കുടുംബശ്രീ അംഗങ്ങളെ, മറ്റു സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ശില്പശാല കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സീതാലയം പദ്ധതിയിലൂടെ നമ്മൾ എന്ത് ലക്ഷ്യമിട്ടുള്ളൂ ആ ലക്ഷ്യം പൂർത്തിയാക്കുക, ആ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗമെങ്കിലും പൂർത്തിയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ത്രീകളുടെയും കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെയും ആരോഗ്യം, സന്തോഷം, സാമൂഹിക സമത്വം എന്നിവ ലക്ഷ്യമിട്ടാണ് സീതാലയം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ആരോഗ്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആരോഗ്യം മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ ശാരീരികമായ ആരോഗ്യത്തിലേക്ക് നമുക്ക് വളരെയധികം ക്ലാസുകൾ ശാരീരിക ആരോഗ്യത്തെ പറ്റിയും ശാരീരികമായ ആരോഗ്യക്കുറവ്, അതല്ലെങ്കിൽ സ്ത്രീകളുടെ വെസ്റ്റേൺ പവർ കുറവാണെന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ കാരണം. അതെന്തുകൊണ്ടെന്നാൽ നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, ഒരുവിധം എല്ലാ വീടുകളിലും ഭക്ഷണ സാധനങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും അവസാനമായി സ്ത്രീകളായിരിക്കും. ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടം അല്ലെ, അങ്ങനെ തന്നെ പറയാം. ഏകദേശം ഈ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ഏരിയയില് അല്ലെങ്കിൽ ഈ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഏരിയയിൽ വരുന്ന സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ നാട്ടുപുറങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, വീട്ടില് ഡസ്റ്റ്ബിന്നാണ് ഒരുവിധം എല്ലാ സ്ത്രീകളും തന്നെ. നമുക്ക് പശുവിന്റെ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ വേസ്റ്റിലേക്ക് ഇടാൻ മടിക്കുന്ന സാധനങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകൾക്കുള്ള ഒരു ധാരണ എല്ലാവർക്കും തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് സ്ത്രീകൾക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടും ബാധിക്കുന്നത്. സീതാലയത്തിൽ ശാരീരികമായ അസുഖങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സാ രീതി കൊണ്ടാണ് ഞങ്ങൾ സീതാലയത്തിൽ വരുന്ന ഓരോ രോഗിയെയും ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ചികിത്സ എന്താണെന്നുള്ള ഒരു കാര്യം ആദ്യമേ തന്നെ